Welcome back to Bina's Competitive Mastery Kodamangalam, and also welcome to our English class. So, how are you students? എല്ലാവർക്കും സുഖമാണോ? ആണ്. നമ്മുടെ പോർഷൻസൊക്കെ എല്ലാവരും കവർ ചെയ്തായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുത്തോ? നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാക്കി കുറച്ച് ആക്ടിവിറ്റീസും കൂടി ഉണ്ടല്ലോ. നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ആ ചാപ്റ്ററിൽ തന്നെ വരുന്നത്. അതിൽ ബാക്കി ആക്ടിവിറ്റീസാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പോയാലോ? നിങ്ങൾ ബാക്കി എല്ലാ നോട്ടിലേക്ക് എഴുതിയെടുക്കാം കേട്ടോ. എഴുതിയെടുക്കാൻ മറക്കരുത്. പിന്നെ അതിൻ്റെ സ്പീച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയത്, അതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ നോക്കിയെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്കത് മൂവ് ചെയ്യാം. ഇനി നമുക്ക് ഏതാണ്? ആക്ടിവിറ്റി 5 ആണല്ലേ നോക്കാനുള്ളത്. ആക്ടിവിറ്റി 5 എന്താണ്? ദ സ്റ്റോറി ഈസ് ടോൾഡ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദി നറേറ്റർ. അല്ലേ, നമുക്കറിയാം ഈ സ്റ്റോറി ആരുടെ പേരിലാണ് മൂവ് ചെയ്യുന്നത്? നറേറ്ററാണ്. നറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മുടെ ഈ സ്റ്റോറി മൂവ് ചെയ്ത് പോകുന്നത്. ഇതിനെന്താ പറയുന്നത്? ദിസ് ഈസ് കോൾഡ് ദ ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ. ദാറ്റ് മീൻസ് ദ പ്രൊണൗൺ യൂസ്ഡ് ഹിയർ ഈസ് ഐ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൊണൗൺ എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാമർ പോർഷൻ പറഞ്ഞ കൂട്ടത്തിൽ പ്രൊണൗൺസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്രൊണൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നൗണിനെ എന്തിനെങ്കിലും നമ്മൾ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഐയോ ഷീയോ ഹീയോ അങ്ങനെ എടുത്ത് പറയാൻ യൂസ് ചെയ്യുന്ന ഒരു ഇതിനെയാണ് നമ്മൾ പ്രൊണൗൺ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊണൗൺ എന്താണ്? ഐ ആണ്. So, now change the perspective of narrative to the third person point of view using the pronoun he and narrate the event in the story. ഇപ്പോൾ ഇവർ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഐ പോയിന്റ് ഓഫ് വ്യൂവിലാണ്, അല്ലെങ്കിൽ നറേറ്റർ പറയുന്നു എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഈ സ്റ്റോറി ഇവിടെ അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ ഒരു ഐ എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഓഫ് വ്യൂന്ന് മാറ്റി തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ഈ സ്റ്റോറി കംപ്ലീറ്റ് എഴുതാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് കൊടുത്തിരിക്കുന്ന പ്രൊണൗൺ എന്താണ് ഇവിടെ? ഹി എന്ന് പറയുന്ന ആ ഒരു പ്രൊണൗൺ യൂസ് ചെയ്തിട്ടാണ് നമ്മളിനി എഴുതേണ്ടത്. യു മേ ബിഗിൻ വിത്ത് ദിസ്. എങ്ങനെയാണ് തുടങ്ങുന്നത്? ഇറ്റ് വാസ് ദ സെക്കൻഡ് ഡേ ഓഫ് ദ നറേറ്റേഴ്സ് വോയേജ്. സഡൻലി ഹി ബിക്കെയിം അവെയർ ദാറ്റ് വൺ ഓഫ് ദ പാസഞ്ചേഴ്സ് വാസ് വാച്ചിങ് ഹിം ക്ലോസ്ലി. നമുക്ക് ഇതെന്താണ്? കഥ തുടങ്ങുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഐ മാറ്റി ഹീ എന്ന് പറയുന്ന പ്രൊണൗൺ അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എങ്ങനെ എഴുതാമെന്നാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, യു മേ പ്രസൻറ്റ് ദ സ്റ്റോറി ബിഫോർ ദ ക്ലാസ്. ട്രൈ ടു മേക്ക് യുവർ നറേഷൻ എഫക്റ്റീവ് യൂസിങ് അപ്രോപ്രിയേറ്റ് ജെസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആൻഡ് ടോണൽ വേരിയേഷൻസ്. അപ്പോൾ തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എങ്ങനെ എഴുതാമെന്നാണ് ഈ ഒരു ആക്ടിവിറ്റി നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് നോക്കിയാലോ അതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഭാഗങ്ങളാണ് മാറ്റേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നോക്കൂ, ഇതാണ് നമ്മുടെ ആൻസർ. നമുക്കത് വെച്ച് അങ്ങ് തുടങ്ങാം. ഇറ്റ് വാസ് ദ സെക്കൻഡ് ഡേ ഓഫ് ദ നറേറ്റേഴ്സ് വോയേജ്. തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിലായതുകൊണ്ട് നമ്മൾ എന്താ എഴുതുന്നത്? പാസ്റ്റിലാണ് നമ്മൾ എഴുതേണ്ടത്. കഴിഞ്ഞ കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണ് എഴുതേണ്ടത്. ഇറ്റ് വാസ് ദ സെക്കൻഡ് ഡേ ഓഫ് ദ നറേറ്റേഴ്സ് വോയേജ്. നറേറ്ററിൻ്റെ ആ ഒരു ഷിപ്പിലെ രണ്ടാമത്തെ ദിവസത്തെ യാത്രയാണ്. സഡൻലി ഹി ബിക്കെയിം അവെയർ ദാറ്റ് വൺ ഓഫ് ദ പാസഞ്ചേഴ്സ് വാസ് വാച്ചിങ് ഹിം ക്ലോസ്ലി. സഡൻലി അദ്ദേഹം എന്താണ് ചിന്തിച്ചതെന്നാണ് നമ്മൾ എഴുതേണ്ടത്. ദാറ്റ് മീൻസ് വാട്ട്? വി പ്രിപ്പയർ ദീസ് ഡിസ്ക്രിപ്ഷൻ വിത്ത് ദി തേർഡ് പേഴ്സൺ വ്യൂവിലാണ് നമ്മൾ എഴുതണേ. ഫസ്റ്റ് പേഴ്സൺ വ്യൂവിലാണെങ്കിൽ അതെങ്ങനെ വന്നേനെ? സഡൻലി I became aware that one of the passenger was looking at me, looking closely to me എന്നൊക്കെ നമുക്ക് എഴുതാം. നമ്മുടെ ആ ഒരു ചാപ്റ്റർ നിങ്ങൾ രണ്ടും എടുത്ത് വെക്കുക. ഈ ഒരു ആൻസർ എടുത്ത് വെക്കുക, നമ്മുടെ ആ പോർഷൻ എടുത്ത് വെച്ചിട്ട് രണ്ടും കൂടി അതിനെ കമ്പയർ ചെയ്ത് നിങ്ങൾ തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ ഭാഗങ്ങളാണ് നിങ്ങൾക്ക് മാറ്റേണ്ടതായിട്ട് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ബാക്കി വായിക്കാം. ദ നറേറ്റർ ഫെൽറ്റ് ദാറ്റ്. വേണ്ട, നറേറ്റർ വിചാരിച്ചു എന്നാണ് നമ്മൾ തേർഡ് പേഴ്സണിൽ എഴുതുന്നത്. ദ നറേറ്റർ ഫെൽറ്റ് ദാറ്റ് ദ മാൻ വാസ് നോട്ട് കോൺഫിഡൻറ്റ് ഇനഫ് ടു ഗോ ടു ഹിം ആൻഡ് ആസ്ക് ഫോർ ക്ലാരിഫിക്കേഷൻ. നറേറ്ററിനും
അയാളോട് പോയിട്ട് ചോദിക്കാനോ എന്തിനാണ് എന്നെ നോക്കുന്നതെന്ന് ചോദിക്കാനോ എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ ഒന്നും അവിടെ കൊടുക്കുന്നില്ല, ചോദിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് എഴുതണേ. ഹി വാസ് ഇൻ ഹിസ് ഏർലി 40s. ദ നറേറ്റർ ലേൺഡ് ദാറ്റ് മാൻസ് നെയിം വാസ് ജോൺ. അങ്ങേരുടെ ആ ഒരു രൂപമൊക്കെ മനസ്സിലാക്കുന്നു. ഒരു 40 വയസ്സിന് അത്രയും പ്രായമുള്ള ഒരാളാണെന്ന് നമ്മുടെ ഓഥർ വിചാരിക്കുന്നു. അയാളുടെ പേര് ജോൺ എന്നാണെന്ന് മറ്റ് പാസഞ്ചേഴ്സിൻ്റെ ഒപ്പം നിന്ന് അവർ നമ്മുടെ നറേറ്റർ മനസ്സിലാക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ എഴുതുന്നത്. ഓൺ ദ ഫൈനൽ ഈവനിങ് അറ്റ് സീ, മിസ്സിസ് ജോൺ പെർസ്വേഡഡ് ജോൺ ടു മീറ്റ് ദ നറേറ്റർ. നമ്മുടെ ജോണിൻ്റെ വൈഫ് നറേറ്ററിനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിനെ നിർബന്ധിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിലായില്ലേ, തേർഡ് പേഴ്സൺ വ്യൂവിൽ വരുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് നമ്മളിവിടെ കണ്ടത്? ഐ മാറി ഹീ ആവുന്നു, എന്നിട്ട് ഹീ ഫെൽറ്റ് ദാറ്റ് എന്നൊക്കെ നമ്മൾ എഴുതുന്നുണ്ട്. പിന്നെന്താ, വാസ് വാച്ചിങ് ഹിം ക്ലോസ്ലി. അല്ലെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ എങ്ങനെ എഴുതാം നമുക്ക്? ഹി വാസ് വാച്ചിങ് മീ എന്ന് എഴുതാം. തേർഡ് പേഴ്സൺ ആകുമ്പോൾ ആ ഒരു സെൻറ്റൻസ് അപ്പാടെ മാറുന്നത് നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു പാരഗ്രാഫ് വന്നിട്ട് ഐ പേഴ്സ്പെക്റ്റീവിൽ എഴുതിയിരിക്കുന്ന ഒരു പാരഗ്രാഫ് വന്നിട്ട് തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എഴുതണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഹീ എന്ന് പറയുന്ന പ്രൊനൗൺ ആണ്. ബിക്കോസ് ഓഫ് വാട്ട്? ബിക്കോസ് ഹീസ് ആൻ മെയിൽ അല്ലേ, ഒരു പുരുഷനായതുകൊണ്ടാണ് നമ്മളവിടെ ഹീ എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു സ്ത്രീ ആണെന്നെങ്കിലോ, യെസ് വി ചേഞ്ച് ദാറ്റ് പ്രൊനൗൺ ടു ഷീ എന്നുള്ളൊരു ഫോമാറ്റിലേക്ക് നമ്മൾ മാറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? What is the third person point of view and the pronoun is she? You should try to make the sentence with she എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഷീ വെച്ച് എഴുതാം. ഡൗട്ടൊന്നുമില്ല എല്ലാവർക്കും? ഓക്കെ, നമുക്ക് സെക്കൻഡ് പാരഗ്രാഫിലേക്ക് പോവാം. ആഫ്റ്റർ ഇൻട്രൊഡ്യൂസിങ് ഹിംസെൽഫ് ആൻഡ് ഹിസ് വൈഫ്, കണ്ടോ, ആഫ്റ്റർ ഇൻട്രൊഡ്യൂസിങ് ഹിംസെൽഫ്, അവരെ തന്നെ പരിചയപ്പെടുത്തിയിട്ട്, ആൻഡ് ഹിസ് വൈഫ്, ജോൺ സ്റ്റാർട്ടഡ് ടെല്ലിങ് ഹിസ് സ്റ്റോറി ടു ദ നറേറ്റർ. His parents were dead. Whose parents? Yes, John's parents. His uncle helped him to get a job of a clerk in a London lawyer's office. He had no friends and he fell into bad company. He started enjoying pleasures beyond his means. He started betting on horses. Soon he lost all his savings. In an effort to get money, he stole some money from his office, saved to make a final bet. But again he lost. He now wanted to commit suicide. He went to the room and turned on the gas. ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് നമ്മൾ മറ്റേ ഒരു പാരഗ്രാഫ്, അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു പാരഗ്രാഫിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? യെസ്, ഹി വാസ് ടെല്ലിങ് ഹിസ് സ്റ്റോറി ബൈ ഹിംസെൽഫ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇതിലെങ്ങനെയാണ് വന്നിരിക്കുന്നത്? തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ. ദാറ്റ് മീൻസ് ഹി വാസ് ടെല്ലിങ് ഹിസ് സ്റ്റോറി ടു നറേറ്റർ. ദാറ്റ് നമ്മളെങ്ങനെയാണ് ഇത് എഴുതണേ എന്നുള്ള രീതിയിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കത് ടെക്സ്റ്റ് ബുക്ക് രണ്ടും കമ്പയർ ചെയ്ത് വേണം നിങ്ങൾ ആൻസർ നോക്കാനായിട്ട്. ഞാൻ ടെക്സ്റ്റ് ബുക്ക് കാണിക്കാത്ത റീസൺ നിങ്ങളതെടുത്ത് നോക്കൂല. അപ്പോൾ ഇത് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോയി നോക്കേണ്ടത് എവിടെയാണ്? ടെക്സ്റ്റ് ബുക്കിലാണ്. നിങ്ങളത് നോക്കി തന്നെ കണ്ടുപിടിക്കണം എന്താണ് അതിൻ്റെ മീനിങ് എന്ന്, കേട്ടോ. പാരാഗ്രാഫ് വെച്ച് കമ്പയർ ചെയ്ത് തന്നെ ഈ ഒരു ആൻസർ പഠിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണിതിൽ, എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. നമുക്ക് അടുത്തത് നോക്കാം. ദ നറേറ്റർ. ഹൂ വാസ് എ ഡോക്ടർ. നറേറ്റർ ആരാണ്? അറിയാം നമുക്ക്. ഹി വാസ് എ ഡോക്ടർ ഓർ ഹി വാസ് എ ഡോക്ടർ എന്ന് എഴുതാം. അപ്പോൾ തേർഡ് പേഴ്സൺ വരുമ്പോഴേക്കും ഹൂ വാസ് എ ഡോക്ടർ. ബിക്കോസ് ഓഫ് വാട്ട്? നമ്മൾ തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതുന്നതുകൊണ്ട്. വാസ് കോൾഡ് ഇൻ ടു അറ്റൻഡ് ടു ഹിം ആൻഡ് ഹി വാസ് ഫൗണ്ട് അൺകോൺഷ്യസ്. ദർ വാസ് ഓൾസോ എ പോലീസ്മാൻ ആസ് വെൽ ആസ് ലാൻഡ് ലേഡി ഓഫ് ജോൺ. The doctor soon revived him. John told them why he wanted to die. ചോദിക്കുന്നു. The doctor, the policeman and the landlady felt pity for him and they agreed to help him. The doctor gave him the money to replace what he took from the office safe. The police would not, WOULD, would എന്നാണ് കേട്ടോ. ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടേ. The policeman would not report against John. The landlady would give him a month's free board. John now changed completely. He worked hard and become a success. Now he and his wife are helping the backward, maladjusted and delinquent youth to return to normal life.
The narrator felt that the money he gave John was the best investment he ever made. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് നമ്മുടെ റിയൽ ലൈഫിൽ എങ്ങനെ നമുക്ക് ഈ ഒരു സംഭവത്തിനെ മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കാണാം, ഈ തേർഡ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എഴുതുമ്പോഴേക്കും നമുക്കിത് വളരെ ഹെൽപ്ഫുള്ളാണ് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ. ബിക്കോസ് ഇപ്പോൾ നമ്മളോട് ഈ ഒരു സ്റ്റോറി ആരെങ്കിലും ഇംഗ്ലീഷിൽ നിങ്ങളോട് പറയാണ് അല്ലെങ്കിൽ എഴുതാൻ പറയണം, അപ്പോൾ നിങ്ങൾക്ക് തേർഡ് പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതാം അല്ലേ? അതെങ്ങനെ എഴുതും? ഇറ്റ് വാസ് ദ സെക്കൻഡ് ഡേ ഓഫ് ദി നറേറ്റേഴ്സ് വോയേജ്. നമ്മളിനിയിപ്പോൾ മലയാളത്തിൽ ഒരാളോട് ഒരു കഥ പറയുകയാണ്, അപ്പോൾ നിങ്ങളൊരു ഫ്രണ്ട് എന്തെങ്കിലും ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പറയുന്നത്? ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കില്ലേ പറയുന്നത്, അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൽ. കഥ എഴുതിയിരിക്കുന്നത് നമ്മുടെ ഓതറാണെങ്കിലും ദാറ്റ് മീൻസ് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ഓതറാണ്. നമ്മളത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരുപാട് ചേഞ്ചസ് കാണാൻ പറ്റും. പ്രൊണൗൺസിലാണ് കൂടുതലും ചേഞ്ചസ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഈ ഒരു കാര്യം. എന്തെങ്കിലും ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ടോ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ പേഴ്സണലായിട്ട്. ബിക്കോസ് ദിസ് ക്വസ്റ്റ്യൻ വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ഇത് പഠിക്കുമ്പോൾ പാരഗ്രാഫ് കമ്പയർ ചെയ്ത് തന്നെ പഠിച്ചാലേ ഇത് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, we will move to our next activity, that is activity 6. Go through the following diary entry. Saturday 23rd August. What a terrible experience. In that moment of despair, I too tried to embrace death. Hope came in the form of the surgeon and the doctor. They saved my life. The landlady also helped me. I will never again follow that dark and evil life of me. Definitely I will change. Just like the doctor, the surgeon and the landlady, I will also try to change the lives of many. This bring light to others. Now I see that the light never fades out. അല്ലേ? ഇത് ആരുടെ ആയിരിക്കും? യെസ്, അഫ്കോഴ്സ് ജോണിൻ്റെ ഒരു ലെറ്ററാണ്, അല്ലെങ്കിൽ ഡയറി റൈറ്റിംഗ് ആണത്. ഇൻ വിച്ച് പീരീഡ് ഓഫ് ഹിസ് ലൈഫ് ഡു യു തിങ്ക് മിസ്റ്റർ ജോൺ റോട്ട് ദിസ് എൻട്രി, ഡയറി എൻട്രി? നമുക്കറിയാം, ആ ഒരു സൂയിസൈഡ് കഴിഞ്ഞ ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ജോൺ എഴുതിയിരിക്കുന്ന ഒരു ലെറ്ററാണിത്. ഇമാജിൻ ദാറ്റ് മിസ്റ്റർ ജോൺ ആഫ്റ്റർ മീറ്റിംഗ് ദ നറേറ്റേഴ്സ് ഫോർ ദ സെക്കൻഡ് ടൈം റൈറ്റ്സ് ഹിസ് ഡയറി. വാട്ട് വുഡ് ബി ദ പോസിബിൾ ഡയറി എൻട്രി? ഇനി നമുക്ക് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇമാജിൻ മിസ്റ്റർ ജോൺ ആഫ്റ്റർ മീറ്റിംഗ് ദ നറേറ്റർ, സെക്കൻഡ് ടൈമിൽ നമ്മുടെ നറേറ്ററിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, ഇമാജിൻ ദാറ്റ് മിസ്റ്റർ ജോൺ ആഫ്റ്റർ മീറ്റിംഗ് ദ സെക്കൻഡ്, അതായത് നറേറ്റർ ഫോർ ദ സെക്കൻഡ് ടൈം റൈറ്റ് ഹിസ് ഡയറി. വാട്ട് വുഡ് ബി ദ പോസിബിൾ ഡയറി എൻട്രി? ഈ മോളിൽ കൊടുത്തിരിക്കുന്ന ഡയറി എൻട്രി എപ്പോഴാണ്? സൂയിസൈഡ് ചെയ്തപ്പോൾ നമ്മുടെ ജോൺ എഴുതിയ ഡയറിയാണ്. ഇനി നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? നറേറ്ററിന് സെക്കൻഡ് ടൈം കണ്ടു കഴിഞ്ഞപ്പോൾ ജോണിൻ്റെ ആ ഒരു ഇമാജിനേഷനും തോട്ട്സും എന്തൊക്കെയായിരിക്കും എന്നാണ് ഡയറി റൈറ്റിംഗ് പോലെ നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കണം കേട്ടോ. എക്സാംസിനൊക്കെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലോട്ട് കിട്ടുമ്പോൾ നിങ്ങൾ വെറുതെ ഒരു പ്രാവശ്യമൊന്നുമല്ല, ഒരുപാട് തവണ, 2 or 3 തവണയെങ്കിലും ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഡയറി ആരുടെ ആണെന്ന് ഏറ്റവും അവസാനം പോയി നോക്കരുത്. ഇത് തന്നെയുണ്ടോ? ഈ ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടോ? സെക്കൻഡ് ടൈം മീറ്റ് ചെയ്തപ്പോൾ നറേറ്റർ എഴുതിയ ഡയറി എൻട്രി എങ്ങനെ ആയിരിക്കും എന്നാണ്. പിന്നെ ഡയറി എൻട്രിയുടെ ഫോമാറ്റ് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നാലും ഒന്നുകൂടി പറയാണ്. ആദ്യം തന്നെ ഒരു ഔട്ട്ലൈൻ വേണം. എന്നിട്ട് എന്ത് വേണം? ഇന്നത്തെ ദിവസം, ഡേറ്റ് ഏതാണ്, മന്ത് ഏതാണ്, അങ്ങനെ എഴുതുക. എന്നിട്ട് വേണം നമ്മുടെ ഡയറി എൻട്രി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മോഡൽ നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് പോവാം. നിങ്ങളിത് തുടങ്ങുമ്പോൾ ഈ ഒരു ഔട്ട്ലൈനൊക്കെ വരച്ച് ഡേറ്റും എല്ലാം ഇട്ടിട്ട് വേണം ഈ ഒരു ആൻസർ നോട്ട്ബുക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ജസ്റ്റ് ഈ കണ്ടൻറ്റ് മാത്രമാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ടുഡേ ഈസ് വൺ ഓഫ് ദ ഹാപ്പിയസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ്. ഫോർ ഓൾമോസ്റ്റ് 25 years I had been trying to find out this man who had changed my life. Who? Yes, the doctor or the other. This man, this doctor, had not only revived me after my suicide attempt, but also gave me the money to put back into the place from where I had stolen it. Stolen nane, STOLEN, stolen it.
He is not just a man, but an angel for me. Without his help, I would have been dead. Today I met him while I was returning from the States. This doctor has grown slightly out, but the cheerful expression is still on his face. I recognized him at the first time, but he did not recognize me. So I went and told him who I was and how he had helped me 25 years ago. He was happy to see me and hear about my work. I was, I was also extremely pleased to meet him. I pray God there should more and more persons like him in this world. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. ദാറ്റ് മീൻസ് ആക്ടിവിറ്റി 7. Drug addiction and alcoholism are major social issues today. Yes, as we know that. A program is to be held in the school campus to make the children aware of the dangers of these issues. The following are some of the activities that can be conducted to create awareness. ഇപ്പോൾ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഇങ്ങനെ വർദ്ധിച്ച് വരുന്ന ഒരു അവസ്ഥയാണല്ലേ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ സ്കൂളിൽ അവെയർനെസ് കൊടുത്തുകൊണ്ട് സെമിനാർസോ അല്ലെങ്കിൽ പോസ്റ്റേഴ്സോ കൾച്ചർ ഇവൻറ്റോ സ്കിറ്റോ സ്ട്രീറ്റ് പ്ലേസോ സ്ക്രീനിങ് ഫിലിംസോ ഷോർട്ട് വീഡിയോസോ എന്തിനെങ്കിലും പറ്റി പ്രസൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സെലക്ട് എനി വൺ ഓഫ് ദീസ് ആൻഡ് പ്രിപ്പയർ ഇറ്റ്. യു മേ പ്രസൻറ്റ് ഇറ്റ് ബിഫോർ ദ ക്ലാസ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് സെമിനാറും പോസ്റ്ററുമാണ്. അതെങ്ങനെ മേക്ക് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, കൾച്ചർ ഇവൻറ്റ്സ് നിങ്ങൾക്ക് സ്കിറ്റിൻ്റെ വേണമെങ്കിൽ സ്ക്രീൻ പ്ലേ പ്രിപ്പയർ ചെയ്യാം, ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളില്ലേ, അതൊക്കെ ഈ ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് അബ്യൂസിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് പോസ്റ്ററും സെമിനാറും ആണ്. ഓക്കെ, നമുക്ക് പോസ്റ്റർ നോക്കാം. കണ്ടോ, ഇതാണ് ഒരു പോസ്റ്റർ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കണം, കളർഫുള്ളായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ എക്സാമിന് വയ്ക്കുമ്പോൾ കളർ പെൻസിലും കൊണ്ടൊന്നും പോകണ്ട. ജസ്റ്റ് പെൻസിൽ കൊണ്ട് തന്നെ അല്ലെങ്കിൽ പേനയോ ഒന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല പിക്ചേഴ്സ് എന്തെങ്കിലും വരയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. നല്ലൊരു ഹെഡിങ് കൊടുക്കുക. ഇതിൽ കണ്ടോ, വാണ്ടഡ് ഫോർ റൂയിനിങ് ഫ്യൂച്ചർ. നമ്മുടെ ഫ്യൂച്ചറിനെ പോലെ ഇങ്ങനെ റൂയിൻ ചെയ്ത് കളയാണ്. ഇവിടെ ഒരു മയക്കുമരുന്നിൻ്റെയും ഡ്രഗിൻ്റെയും സിഗരറ്റിൻ്റെയൊക്കെ ഒരു പിക്ചർ നല്ല രീതിയിൽ വരച്ചിട്ടുണ്ട്. ആൻഡ് ആൽക്കഹോൾസ് ആൻഡ് ഡ്രഗ്സ്, യു റിവാർഡ് ഫോർ നോട്ട് ഡൂയിങ് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾസം ഇസ് എ ബെറ്റർ ലൈഫ്. ടുഡേ വി ചൂസ് ഔട്ട് ടുമോറോ. കണ്ടോ, ജസ്റ്റ് ഒരു പോസ്റ്റർ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. ഇതുപോലെ പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്കറിയാമല്ലോ പോസ്റ്ററൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല കുറേ വേർഡ്സും എല്ലാ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഒരു കൊളാഷ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഇനി അടുത്തതാണ് ഒരു സെമിനാർ പേപ്പറാണ്. ഒരു സെമിനാർ പേപ്പർ എന്ന് പറയുമ്പോഴേക്കും അതിനൊരു നല്ലൊരു ഹെഡിങ് കൊടുക്കാം. അപ്പോൾ ഇത് തന്നെ കൊടുക്കാം, ഡ്രഗ് അഡിക്ഷൻ ആൻഡ് ആൽക്കഹോളിസം ഈസ് വെരി ബാഡ് ഫോർ യൂത്ത്, എസ്പെഷ്യലി ഫോർ യൂത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹെഡിങ് ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരെ സെമിനാർ പേപ്പറിലേക്ക് വരുന്നു. നമുക്ക് നോക്കാം എന്താണ് സെമിനാർ പേപ്പറിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഡ്രഗ് അഡിക്ഷൻ ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇവൽസ് ദാറ്റ് ഈസ് ഡിസ്ട്രോയിങ് അവർ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റീനെ തന്നെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇവളാണെന്ത്, ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ വേർസ്റ്റ് അമംഗ് സ്കൂൾ ആൻഡ് കോളേജ് ഗോയിങ് ചിൽഡ്രൻ. ആർക്കൊക്കെയാണ്, കോളേജിൽ പോകുന്ന സ്റ്റുഡൻസിനും എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഡ്രഗ് അഡിക്ഷൻ ഈസ് എ സൈക്കോളജിക്കൽ ആൻഡ് സംടൈംസ് ഫിസിക്കൽ പ്രോബ്ലം. ചില സമയങ്ങളിൽ അഡിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്കതൊരിക്കലും മാറ്റാൻ പറ്റില്ല. തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ തവണ തന്നെ നമ്മളത് ചെയ്യുമ്പോൾ നമുക്കൊരു അഡിക്ഷൻ വരും. പിന്നെ രണ്ടാമത്തെ തവണ പക്ഷേ നമ്മളറിയില്ല നമ്മൾ അഡിക്റ്റായി പോയ കാര്യം. മനസ്സിലായോ? അതാണ് ഇതിൻ്റെ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ compulsion to use a drug to experience psychological or physical satisfaction. നമ്മൾ എന്തിനു വേണ്ടിയാണ് ശരിക്കും ഇത് യൂസ് ചെയ്യുന്നത്? ആദ്യം ഒരു കൗതുകത്തിന് തുടങ്ങി, പിന്നെ നമുക്കത് ഫിസിക്കലി അതില്ലാണ്ട് പറ്റാത്തൊരവസ്ഥ വരും. ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റേജിൽ കയറുന്ന ഒരു കുട്ടി, അവന് ധൈര്യമില്ല. അപ്പോൾ വേറൊരു ഫ്രണ്ട് അവനോട് പറയുകയാണ്, നീ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കിയേ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡ്രഗ് കൊടുത്തിട്ട് നീ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കിയേ, നിനക്ക് ഇത് കഴിച്ച് കഴിയുമ്പോൾ
നല്ലൊരു എനർജി കിട്ടും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവനത് ട്രൈ ചെയ്യുന്നു. പിന്നെയും പിന്നെ അവനത് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി വരുന്നു. പിന്നെ അതില്ലാതെ ആവും. ഇതാണ് അവസ്ഥ അല്ലേ? ഡ്രഗ് അഡിക്ഷൻ ടേക്സ് സെവറൽ ഫോംസ്: ടോളറൻസ്, ഹാബിച്വേഷൻ ആൻഡ് അഡിക്ഷൻ. ഇങ്ങനെയാണത് വരുന്നത്. ആദ്യം ഒരു ടോളറൻസ് ആവും, പിന്നെ ഒരു ഹാബിച്വലൈസേഷൻ, ഹാബിറ്റ് ആവുന്നു, പിന്നെ അതൊരു അഡിക്ഷനായി മാറുന്നു. ഇതാണ് അതിൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത്. ടോളറൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് ആണ്. അതെന്താണ് ഒക്യൂർ ചെയ്യുന്നത്? ഇറ്റ് ഒക്യൂർസ് വെൻ ദ ബോഡി ബിക്കംസ് accustomed to a drug and require ever increasing amount of it to achieve the same effects. This condition worsened when certain drugs are used at high dose for long period and may lead to more frequent use of the drug. However, when use of the drug is stopped, drug withdrawal may result, which is characterized by nausea, headaches, restlessness, sweating and difficulty in sleeping. കണ്ടോ? ആദ്യം ഒരു രീതിയിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ പിന്നെ നമുക്കതില്ലാണ്ടാവാൻ പറ്റില്ല, ഇല്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ വരെ വരും. നമുക്ക് പല പല സിനിമകൾ നമ്മൾ കണ്ടിട്ടില്ലേ? അങ്ങനെ ഒരുപാട് സിനിമയിൽ ഈ ഒരു എഫക്റ്റിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിലേക്കൊന്നും ആരും പോവാണ്ടിരിക്കുക, മാക്സിമം അതൊക്കെ ഒഴിവാക്കുക, ലൈഫിൽ നിന്ന് തന്നെ അത് ഒഴിവാക്കുക. നിങ്ങൾ മനസ്സിലാക്കണം അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് സ്പോയിലായി പോകും. മനസ്സിലായോ? ഓക്കെ, അടുത്ത പാരഗ്രാഫ് നോക്കാം. ദ സിവിയറിറ്റി ഓഫ് ഡ്രഗ് വിത്ഡ്രോവൽ സിംറ്റംസ് വേരീസ് ഡിപ്പെൻഡിങ് ഓൺ ദ ഡ്രഗ് ഇൻവോൾവ്ഡ്. Habitualization is characterized by the continued desire for a drug, even after physical dependency is gone. A drug often produces an elated emotional state. ഹാബിച്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കഴിവുണ്ട്, നന്നായിട്ട് പടം വരയ്ക്കും എന്ന് പറഞ്ഞൊരു കഴിവുണ്ടെങ്കിൽ നമുക്കതില്ലാതെ പറ്റുമോ? ഇല്ല. ആദ്യത്തെ ഒരു പ്രാവശ്യം അത് കിട്ടി, നമ്മൾ വരച്ചു, ഒരാളെ കാണിച്ചു, അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ, നമുക്കവിടെ എന്താ കിട്ടുന്നത്? ഒരു പ്രോത്സാഹനം കിട്ടും അല്ലേ? സെയിം അവസ്ഥയാണ് നമ്മുടെ ബോഡിയാണ് നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ ഹാവ് ടു നീഡ് ദാറ്റ്, എനിക്കത് വേണം എന്ന് പിന്നെയും നമ്മുടെ മൈൻഡ് നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അത് രണ്ടാമത്തെ സ്റ്റേജ് ആയി കഴിയുമ്പോഴേക്കും നമുക്കതില്ലാതെ നേരെ പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും. മനസ്സിലായോ? ആ ഒരു ഹാബിച്വലൈസേഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ കണ്ടിന്യൂഡ് ഡിസൈർ ഫോർ എ ഡ്രഗ് ഈവൻ ആഫ്റ്റർ ഫിസിക്കൽ ഡിപ്പെൻഡൻസി ഈസ് ഗോൺ. നമ്മുടെ ഒരു ഫിസിക്കൽ ഡിപ്പെൻഡൻസ് വരെ അതിൽ നശിപ്പിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. A drug often produces an elated emotional state. നമുക്ക് എപ്പോഴും ഉണ്ടാവുന്നത് ഭയങ്കര സങ്കടമായിരിക്കും, ഇമോഷണലായിരിക്കും. ചെറിയൊരു കാര്യം വന്നാൽ പോലും ദേഷ്യപ്പെടുക, ഇല്ലെങ്കിൽ സങ്കടപ്പെടുക, ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് തന്നെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. നമ്മൾ ആര് കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നു? ഈ ഡ്രഗ്സ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. A person abusing drugs soon believes the drug is needed to function at work or home. Addiction is a severe craving for the substance and interferes with a person's ability to function normally. It may also involve physical dependence. In addictive stage എന്താ? One feels that he would die without the drug. To get it, he will do anything, beg, steal or even murder. Once this stage is reached, the person will need outside help. അവസാനത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. ബിക്കോസ് എന്താണ്, ഡ്രഗ് അഡിക്ഷൻ ആയെന്ന് അറിയുമ്പോൾ തന്നെ വീട്ടുകാരില്ലെങ്കിൽ എല്ലാവരും അറിയാൻ തുടങ്ങും. പിന്നെന്താണ്, അവനെ മുറി പൂട്ടിയിടാതെ വരുമ്പോഴേക്കും പിന്നെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് ചാടുക, പുറത്ത് പോയത് എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മർഡർ ചെയ്യുക, അല്ലെങ്കിൽ കട്ടെടുക്കുക, അങ്ങനെ ഒരുപാട് ചീത്ത സ്വഭാവങ്ങളിലേക്ക് പിന്നെയും പോകും. ഇപ്പം ലൈഫ് കംപ്ലീറ്റ്ലി അവിടെ തീരണേണ്. പിന്നെ അത് കേസായി, പിന്നെ ഫുള്ള് ജയിലിലായി, പിന്നെ അവൻ്റെ ഭാവി കംപ്ലീറ്റ് നഷ്ടമാവുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അതിൽ നിന്നൊരു മോചനം, ഇല്ലെങ്കിൽ ഒരു ഹാബിച്വലൈസേഷൻ കഴിയുന്ന ആ ഒരു സമയത്ത് തന്നെ ആരെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് തിരിച്ച് അവൻ്റെ ലൈഫിലേക്ക് കൂട്ടിക്കൊണ്ട് പോരാൻ പറ്റും. പക്ഷേ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം വന്നു കഴിഞ്ഞാലോ പറ്റുമോ? ഇല്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിലേക്ക് തന്നെ ആ കുട്ടി പോകുമ്പോൾ അവൻ്റെ ലൈഫ് അവിടെ കംപ്ലീറ്റ് ആയിട്ട് സ്പോയിലായി പോകും. അതാണ് നമുക്ക് ഈ ഒരു സെമിനാറിൽ കൂടി കാണുന്നത്. അപ്പോൾ സെമിനാർ റിപ്പോർട്ട് എന്താണെന്ന് മനസ്സിലായോ? അല്ലെങ്കിൽ സെമിനാർ പേപ്പർ എന്തായിരിക്കും? ഒരു സംഭവത്തിനെ പറ്റി നല്ല രീതിയിൽ വിശദീകരിച്ച് അതിൻ്റെ എന്തൊക്കെ സ്റ്റേജസിൽ കൂടിയാണ് കടന്നു പോകുന്നത്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് പല രീതിയിൽ നമുക്ക് ഈ സെമിനാർ പേപ്പറിൽ നമുക്ക് ഉൾക്കൊള്ളിച്ച് നല്ല രീതിയിൽ തന്നെ
എഴുതാൻ പറ്റും. ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് അതിൻ്റെ ഒരു എസ്സേ റൈറ്റിംഗ് പോലെ തന്നെയാണ് നമ്മൾ സെമിനാർ പേപ്പറും പ്രിപ്പയർ ചെയ്യുന്നത്. മനസ്സിലായ എല്ലാവർക്കും? ഓക്കെ സ്റ്റുഡൻസ്, സോ വി ജസ്റ്റ് മൂവ് ടു ദി അടുത്തൊരു സെക്ഷൻ ഉണ്ട്. ലെറ്റ്സ് ലേൺ മോർ അബൌട്ട് വേർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. Read the following sentences from the story. He was by profession a solicitor. I was a young doctor at the time. It was a sergeant of police. The words given in the bold letters to various professions. അല്ലേ, നമുക്കറിയാം സോളിസൈറ്റർ എന്ന് പറയുന്നതും ഡോക്ടർ എന്ന് പറയുന്നതും സർജൻ എന്ന് പറയുന്നതും ഇറ്റ്സ് 3 type of professions. The words given in bold refer to various profession. The name of different profession are given on the left column and the details are given on the right. Match the item by drawing lines. അല്ല, എന്താ പറഞ്ഞിരിക്കുന്നത്? മാച്ച് ചെയ്യാം. ലൈൻസ് ഈ ഒരു ഏതാണ് അതിൻ്റെ പ്രൊഫഷൻ എന്ന് നോക്കിയിട്ട് അത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അക്കൗണ്ടൻറ്റ്, ആസ്ട്രോണർ, ബൊട്ടാണിസ്റ്റ്, കാർപ്പൻറ്റർ, ഡെൻറ്റിസ്റ്റ്, ഇലക്ട്രീഷ്യൻ, ഫയർ ഫൈറ്റർ, ഹെയർ ഡ്രസ്സർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രൊഫഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഇങ്ങനെ ഒരു ജമ്പിങ് വേർഡ്സ് പോലെ, ജമ്പിങ് വേർഡ്സ് എല്ലാം ഷഫിൾ ചെയ്താണ് കിടത്തിരിക്കുന്നത് അല്ലേ, ഓരോ സെൻറ്റൻസും. അത് അതിൻ്റെ നേരെടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊന്ന് ജസ്റ്റ് വായിക്കുക, നമുക്ക് അതിൻ്റെ ആൻസർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അക്കൗണ്ടൻറ്റ് വർക്ക്സ് വിത്ത് മണി ആൻഡ് അക്കൗണ്ട്സ്. അക്കൗണ്ട് സെഷൻ നോക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഇത് ആൻസർ ആണേ. ഓക്കെ. ആസ്ട്രോണോമർ എന്താണ്? സ്റ്റഡി സ്റ്റാർ ആൻഡ് ദ യൂണിവേഴ്സ്. യൂണിവേഴ്സിനെ പറ്റിയിട്ടും സ്റ്റാർസിനെയൊക്കെ പറ്റിയിട്ടും പഠിക്കുന്ന ആൾക്കാരെന്താ പറയുന്നത്? ആസ്ട്രോണോമർ. ബൊട്ടാനിസ്റ്റ് എന്താണ്? സ്റ്റഡീസ് പ്ലാന്റിനെ പറ്റി പഠിക്കുന്ന ആൾക്കാരാണ് ബൊട്ടാനിസ്റ്റ് എന്ന് പറയുന്നത്. കാർപ്പൻറ്റർ മേക്സ് തിങ്സ് ഫ്രം വുഡ്. ഡെൻറ്റിസ്റ്റ് ഫിക്സസ് പ്രോബ്ലം വിത്ത് യുവർ ടീത്ത്. ഡെൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, നമ്മുടെ ഈ ഒരു ടീത്തിൻ്റെ പ്രോബ്ലംസൊക്കെ ഫിക്സ് ചെയ്യുന്നവരാണ് നമ്മൾ ഡെൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രീഷ്യൻ വർക്ക്സ് വിത്ത് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ്. ഫയർ ഫൈറ്റർ പുട്ട്സ് ഔട്ട് ഫയർ പുട്ട് ചെയ്ത് വെക്കുന്ന ആൾക്കാരെ നമ്മൾ ഫയർ ഫൈറ്റർ എന്ന് പറയുന്നു. അതായത് ഈ നമ്മൾ കണ്ടിട്ടില്ലേ ഒരു സിനിമയൊക്കെ ഉണ്ടല്ലോ മമ്മൂട്ടിയുടെ, ഈ ഫയർ വർക്കേഴ്സിൻ്റെ ഒരു ഫിലിം കാണിക്കുന്നത്. അവർ ഒരു കിണറ്റിൽ പോയാലും അവർ വരും. ഭയങ്കര ഹെൽപ്ഫുള്ളാണ് അവരെ കൊണ്ടുള്ള ആ ഒരു സൊസൈറ്റിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് എന്തെന്ന് പറയുന്നത് ഫയർ ഫൈറ്റേഴ്സ് എന്ന് പറയുന്നത്. തീയുണ്ടുള്ള കളിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എവിടെ തീയുണ്ടോ അവിടെ വന്നിട്ട് അവരുടെ ആ ഒരു കംപ്ലീറ്റ് ലൈഫ് കൊടുത്തിട്ട് തന്നെ അവർ നമ്മളെ അവിടെ നിന്ന് രക്ഷിക്കും. ജസ്റ്റ് ലൈക്ക് ആർമി ഓഫീസേഴ്സ് അല്ലേ, സോൾജേഴ്സ്, ഇന്ത്യൻ ആർമി എന്ന് പറയുന്ന ആ ഒരു ഇവരെ പോലെ തന്നെയുള്ള കുറച്ച് വ്യക്തികളാണ് നമ്മുടെ ഫയർ ഫൈറ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരും. എല്ലാ പ്രൊഫഷനും അതിൻ്റേതായ ഒരു മര്യാദ, വാല്യൂസ് നമ്മൾ കൊടുക്കണം. ഇല്ലെങ്കിൽ കൂലിപ്പണിയാണെന്ന് പറഞ്ഞാലും അവർ ചെയ്യുന്നത് എന്താണ്? ജോലിയാണ്. അതിനെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം നമ്മളെല്ലാവരും, കേട്ടോ. അത് തീരെ താഴ്ന്ന ജോലിയാണ്, അതെനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും ആരും പറയരുത്. എല്ലാവരും ഈക്വലായിട്ട് കണ്ടുകൊണ്ട് വേണം നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ നമ്മൾ കാണാൻ, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റുക. ഇപ്പോൾ നമ്മുടെ എന്താണ് നമുക്കറിയാം, ന്യൂ ജനറേഷനാണ്, പുതിയ ഒരു വേൾഡ് നമ്മളായിട്ടാണ് ആ ഒരു ന്യൂ വേൾഡിനെ കൊണ്ടുവരേണ്ടത്. ഇപ്പം നമ്മളുടെ ചിന്തകളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുക. ഇപ്പോൾ ജോലിയുടെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്കത് മാറ്റാനായിട്ട് നമുക്ക് പറ്റണം. ചെറിയ ജോലി പോലും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. വീട്ടിലാണെങ്കിൽ പോലും ആണുങ്ങൾക്ക് അമ്മേനെ സഹായിക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങളെല്ലാം ചെയ്യേണ്ടത് എനിക്കറിയാം, പറഞ്ഞാണെങ്കിൽ ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ മാതൃകയായിട്ട് വേണം നമ്മൾ ഈ ഒരു വേൾഡിൽ വളർന്നു വരാൻ. നല്ലത് മാത്രം കാണാൻ ശ്രമിക്കുക, ഒരു നെഗറ്റീവ്സ് എടുത്ത് വെക്കരുത് ലൈഫിലേക്ക്, കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കംപ്ലീറ്റ് വിജയമായി. ലാസ്റ്റാണ് ഹെയർ ഡ്രസ്സേഴ്സ്. കട്ട്സ് യുവർ ഹെയർ ആൻഡ് ഗീവ് ഇറ്റിന് ന്യൂ സ്റ്റൈൽ അല്ലേ. ന്യൂ സ്റ്റൈലിൽ തരുന്നത് ആരാണ്? നമ്മുടെ ബ്യൂട്ടീഷ്യൻസ്, അവരുടെ ഹെയർ സ്റ്റൈലിസ്റ്റാണ്. അതും ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു ജോബ് തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക, എഴുതുക കേട്ടോ. അപ്പോൾ ആക്ടിവിറ്റീസ് ഇത്രയും മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഡീൽ ചെയ്യാനുള്ളത് 3 ആക്ടിവിറ്റീസും കൂടി ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, സോ താങ്ക് യു സ്റ്റുഡൻസ്. എല്ലാവരും ഒന്നുകൂടെയൊക്കെ വായിച്ചു നോക്കുക, പാരാഗ്രാഫ് എടുത്ത് വെക്കുക. പിന്നെ 3rd person പോയിൻ്റ് ഓഫ് വ്യൂവിൽ എഴുതേണ്ട കാര്യം തന്നെ നിങ്ങളത് നന്നായിട്ട് നോക്കുക, പഠിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു സ്റ്റുഡൻസ്.